മോരെ കൊണ്ട് വലിയ ശല്യമായി. കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്യാതെ. വിളിച്ചിട്ട് എടുക്കാത്തോടെ അവർ എന്നെ വിളിക്കുകയാണ്. നീ എടുത്തിട്ട് ഞാൻ തിരക്കിലാണെന്ന് പറ. എന്താ തിരക്കില്? ഓടിക്കട കൈ വീശി നടക്കുന്നതാണോ തിരക്ക്? ഇടേ ഞാനിങ്ങനെ കൈ വീശി നടക്കണമെങ്കിലും പല കാര്യങ്ങൾ പാർട്ടിയിലെ പല ഭാവി കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. നിനക്കറിയോ? ഈ ചിന്തിച്ചോണ്ട് നടക്കണമെങ്കിലേ ചിന്തിക്കാൻ തലയും വേണം, നടക്കണ കൈയും കാലും വേണം. അവരെന്തോ ഇന്നലെ വിളിച്ച് നടരാന്റെ ഫോണിൽ പറഞ്ഞേ. അതിനുവേണ്ടി എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? സ്നേഹിച്ച രണ്ടുപേരെ തമ്മിൽ ഒരുമിപ്പിച്ചാണോ തെറ്റ്? സ്നേഹിച്ചവരെ രണ്ടുപേരും ഒരുമിപ്പിക്കാനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷെ ഒരുമിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരുമിക്കാനുള്ള യോഗ്യത ഉണ്ടോ നോക്കണം. എടാ ഈ പുരുഷൻ എന്താണ് ഒരു കുറവ്? അവനൊരു കുറവില്ല, എല്ലാം കൂടുതലേ ഉള്ളൂ. മണ്ടത്തരം കൂടുതൽ, വിശപ്പ് കൂടുതൽ, വിട്ടിത്തരങ്ങൾ കൂടുതൽ, അതൊക്കെ പോട്ടെ. ഈ പുരുഷനും അച്ചമ്മയുടെ കുടുംബത്തിന് അറിയാവുന്ന ഒരു പെണ്ണിനെ നിങ്ങളെ ഏൽപ്പിക്കും. പുരുഷനും അത്ര കുഴപ്പക്കാരൻ മോശമൊന്നുമല്ല. ഒട്ടും മോശമല്ല, നല്ലൊരു പ്രവർത്തകനാണ്. നല്ലൊരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ. പോസ്റ്റ് ഒട്ടിക്കാൻ മാത്രം കൊള്ളാം. അവന് പാർട്ടിയിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? അതെല്ലാം പോട്ടെ. അവൻ പറയുന്നത് ഏതെങ്കിലും ഒരാൾക്കൊന്ന് മനസ്സിലാവൂ. മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ വലിയൊരു വിജയമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവൻ പറയണത് അവർക്ക് മനസ്സിലായില്ല, പിന്നെ എന്താ പ്രശ്നം? സുഖമായിട്ട് ജീവിച്ചു പോകും അവര്. മച്ചമ്മ ഇതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്ക്. എന്തുവാണ് ഇത് ഈ പറയുന്നത്? ഈ പറഞ്ഞ പെണ്ണിന്റെ വീട്ടുകാർ അത്ര മോശക്കാരല്ല. അവര് മോശക്കാരാണെങ്കിൽ ഇതേപോലെ അറിയപ്പെടുന്ന നേതാവിനെ പകല് വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുവോ? ഞാനിപ്പോ എന്താ ചെയ്യണം? നീ എന്തെങ്കിലും ഒരു തടയിടണം. എന്തോ തടയിടാൻ? എടുത്തിട്ട് ഞാൻ ഇല്ല, തിരക്കാണെന്ന് പറഞ്ഞോ. സ്വീകരണം. അതെ, നേതാവ് തിരക്കിലാണ്. നിനക്ക് നാണം ഉണ്ടോടാ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾക്ക് ചെറുക്കന്മാരെ ഒപ്പിച്ചു കൊടുക്കാൻ? അതോ നീ ബ്രോക്കർ പണിയും തുടങ്ങിയോ? ഞങ്ങളുടെ കുഞ്ഞിനെയാടാ നിന്റെ പാർട്ടിക്കാരൻ ചെറുക്കം കെട്ടിയേക്കുന്നേ. ഞങ്ങൾ വരുന്നുണ്ട് നിന്റെ വീട്ടിലോട്ട്. നീ ചെവി നുള്ളിക്കോ. നിന്റെ വീട്ടുകാരുടെ മുന്നിലിട്ട് നിന്നെ തല്ലും. നീ നോക്കിക്കോ. ഐ ലവ് യു ഒന്നുമല്ല, ഇനി ഒന്നും നോക്കാനില്ല. കിട്ടിയത് വാരിക്കിട്ട് എങ്ങോട്ടെങ്കിലും മാറണം. എങ്ങോട്ടെങ്കിലും മാറിയേ പറ്റത്തുള്ളൂ. നിനക്കറിയാമോ ഒരു പറഞ്ഞ ചെയ്യണം. ഉറപ്പായിട്ട് ഒരു വീട്ടിൽ വന്നടിക്കും. കടയണ്ണ ബാക്കി കാര്യം ഫോണിൽ ആയിരിക്കാം. സംസാരിക്കൂടെ കാറുമായിട്ട് പെട്ടെന്ന് വരാൻ പറ. വിളിച്ചോളാന്ന് പറ. അതെ, ഈ ക്ലീറ്റസ് എന്ന ആളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. റോങ് നമ്പർ. പഴയ സ്വഭാവമായിരുന്നെങ്കിലല്ല ഞാൻ ഇറച്ചിയാക്കിയാണ്. അവരെ ഇറച്ചിയാക്കിയാണ്, കെട്ടി തൂക്കിയാണ് ജംഗ്ഷനിൽ. പിന്നെ ഇവിടെ ആരോടും അധികം ഒന്നും പറയാൻ നിൽക്കണ്ട. പെട്ടെന്ന് ബാഗ് കൊടുക്കുക, തുണി ഏറ്റവും പോവുക. വിളി കേൾക്കാൻ നിൽക്കണ്ട, പിന്നെ അത് പൂട്ട നിലവിളിയാവും. എന്താടി ക്ലീറ്റ വന്നില്ലല്ലോ? ക്ലീറ്റ പുറത്തു പോയിക്കോല്ലേ? പുറത്തു പോയെന്നാ? ക്ലീറ്റ ചേട്ടൻ റൊണാൾഡോ ചേച്ചനും കൂടെ ധൃതി പിടിച്ചിങ്ങോട്ട് പോകുന്നോണ്ട് ഞാൻ വിളിച്ചിട്ടൊന്നും നിന്നില്ല. ചേച്ചി കണ്ടില്ലേ? ഇല്ല. എന്തോ ഇങ്ങോട്ട് ഓടി. ക്ലീറ്റ ചേട്ടാ നോക്കി കഴിഞ്ഞോട്ട് കൊണ്ടുവന്ന് വെക്ക്. ക്ലീറ്റ ചേട്ടാ എന്താ ഞാൻ വിളിച്ചിട്ട് നിക്കാഞ്ഞത്? എപ്പോ വിളിച്ചെന്നെ? ഞാൻ അവിടെ വെച്ച് വിളിച്ചല്ലേ മുറ്റത്ത് വെച്ച്. ഞാൻ കേട്ടില്ലടി. ഇതെന്താ കാണിക്കണേ? ഇത് ഒരു യാത്രയുണ്ട്. എവിടെ പോകുന്നു? ഡൽഹിക്ക്. ബോംബെക്ക്. ചെന്നൈ, ഡൽഹി, ബോംബെ പോയി. എന്താ കാര്യം? എന്തോ ഉണ്ട് കേട്ടാ. ആവശ്യമുണ്ട് പോകണ്ട. പാർട്ടിയുടെ മീറ്റിംഗ്. അതെ. ഇത്രയും ഡ്രസ് എന്തിനാ? അതിന് നല്ല ഡ്രസ് അല്ലേ വെക്കേണ്ടത്? ഈ വീട്ടിലിട മുഴുവൻ എടുത്തിട്ട് അവിടെ നിന്നിട്ടെ പിന്നെ വേറെ അവിടെ പോകുമ്പോ അവിടെ വേറെ ഡ്രസ് അവിടെ നാക്കാന്ത ചെയ്യൊക്കെ തരും. ഇന്ന് പോകാനൊന്നും പറ്റൊന്നുമില്ല. ഇന്ന് പോകണം. ഇന്ന് പോകണം. നേരത്തെ പറയണം. ഇപ്പോഴാണ് പോണം. നാളെ പോയാൽ മതി. വെയിറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അതെ, ഈ പാർട്ടിയുടെ ഒരു അത്യാവശ്യം നിങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലാവോ? മനുഷ്യ അത്രയും മുള്ളിൽ നിൽക്കുമ്പോ പിന്നെ നേരത്തെ പറയണം. ഇന്ന് ഈ പോകാൻ പോണ സമയത്താണ് പറയണത്. നിങ്ങൾ എന്നെ കൊലയ്ക്ക് കൊടുക്കോ? അവിടെ എത്തിയില്ലെങ്കിൽ എന്തോ ഉണ്ട് കേട്ടോ നിങ്ങളുടെ രണ്ടുപേരുടെ അതല്ല നിങ്ങളുടെ മുഖത്ത് എന്തോ ഇന്ന് എന്തായാലും പോകാൻ പറ്റില്ല. നാളെയോ നാളെ കഴിഞ്ഞോ പോകാം. ഇവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ടെന്ന് ചെയ്യാൻ. അവിടെ 1000 കൂട്ടം കാര്യങ്ങൾ പോയിട്ട് ചെയ്യാം. മുത്തിന്റെ ഹോസ്റ്റലിൽ പോകാൻ മിക്കവാറും മുത്തോടെ വരേണ്ടി വരും. ഇതെന്തോ ഇത് നല്ല കളി. ക്ലീറ്റോ അവിടെ നിക്കാൻ. അച്ചമ്പേ ഞാൻ പറയണത് കുഴപ്പമില്ല.
ചേടാ ഒന്നും കഴിച്ചിട്ടില്ലടാ അത്. ക്ലീറ്റോ അച്ചാച്ചൻ ആരെയാ നോക്കുന്നത്? എന്താന്ന് എന്തോ ഉണ്ട് കേട്ടാ. അങ്ങേറോട്ട് വെള്ളം പൊരിച്ച് പുതച്ച് കണ്ണീര് പൊടിച്ച് ഇവിടെ ഇരിക്കണം വിധവയായിട്ട്. വിധവയായിട്ടോ? ഇന്നലെ രാത്രി മുതൽ ഇവിടെ നടന്ന സംഭവങ്ങളും എല്ലാം നിങ്ങൾ അറിഞ്ഞോ? എന്ത് സംഭവം? സംയമനം പാലിച്ച് കേൾക്കണം. നമ്മുടെ പുരുഷനിലെ DDT-യിലെ പുരുഷവും കാര്യവട്ടത്തുള്ള ഒരു പെണ്ണുമായിട്ട് ഭയങ്കര സ്നേഹം. അങ്ങനെ അവരുടെ സ്നേഹം ഒത്തുകൂടി അവരുടെ കല്യാണം കഴിഞ്ഞു. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഒളിച്ചോട്ടി കല്യാണത്തിനെല്ലാം ഒത്താശ വിളിച്ചത് നമ്മുടെ മച്ചമ്പി. അവര് വമ്പൻ ടീമാണ്. അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ക്ലീറ്റം മച്ചമ്പിയുടെ കാലും കൈയും തല്ലി പിടിക്കുന്ന പറഞ്ഞേ. ഇന്നലെ രാത്രി മുതൽ പാർട്ടി ഓഫീസിലും ഫോണിലും മാറി വിളിക്കുന്നത് കാര്യമായിട്ട് എടുത്തില്ല. ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. അവര് തിരക്കി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അവർക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ അല്ല ക്ലീറ്റോ ചേട്ടൻ എങ്ങോട്ടാ പോയത്? അൻസാർക്ക് കാരോട് താഴെ വന്നിട്ടുണ്ട്. ഈ സംഭവം ഒന്ന് പറഞ്ഞു ഒത്തുതീർപ്പാക്കുന്നതിന് വരെ മാറ്റി നിർത്തിയേക്കുക. എവിടെയാടാ അതിനെ പറഞ്ഞു വിട്ടത്? എല്ലാം എനിക്കറിയാം. നിങ്ങൾ കൂടെ നടന്നിട്ട് ഇതിന് ഇങ്ങനെ അബദ്ധം പറ്റുന്ന എന്താണ്? എന്റെ പൊന്നു ഞാൻ അറിഞ്ഞു ഇതുവല്ലോ. ഇത് എന്തിനാ നീ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ക്ലീറ്റോ ചേട്ടൻ പോയി തലയിടുന്നത്? രാവിലെ അറിഞ്ഞേ എല്ലാം ഒത്താശ കൊടുത്ത അൻസാർ നടനായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം കൂടാ. ഇതിന് ആരെങ്കിലും ഒരു 10 വാക്ക് പുകഴ്ത്തി പറഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യൂടി. നിങ്ങൾ പേടിക്കണ്ട. പച്ചമ്പ കിട്ടിയാൽ മാത്രമേ ഒരു ഉപദ്രവിക്കത്തുള്ളൂ. അതിനുള്ളിൽ പാർട്ടി പരമായിട്ട് എങ്ങനെ എൻ്റെ ഒത്തീർപ്പാക്കാം. ഓക്കെ നമ്മൾ ഞാൻ പറ്റേ. നീ എവിടെ പോന്ന്? പിന്നെ ഞാൻ അവിടെ വയ്ക്കാനോ? നീ ഇവിടെ നിക്ക്. കണ്ണിമാങ്ങ പ്രതീക്ഷിച്ച് വന്നതിന്റെ മുമ്പിൽ വരുന്ന മാന്തോട്ടമാ ഞാൻ. മച്ചമ്പി കെട്ടിയിലെ സ്വന്തം അനിയനെ കിട്ടിയ അമ്മാർ എന്നെ തല്ലിക്കൊല്ലും. ഇത്ര ശരീരത്തമ്മാര് കയറി മേ നിങ്ങൾ കാണോ? എടാ ഇവിടെ നിക്കടാ. ആണുങ്ങൾ ആരെ കിട്ടിയാലും അമ്മാരടിക്കും. അല്ല പിന്നെ അവരെങ്ങാനും വന്ന് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളു. നിങ്ങളുടെ അടുത്തൊന്നും പറയത്തില്ല. ഇവിടെ വന്ന് തിരക്കും. ഇവിടെ ഇല്ല നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവർ ഫാമിലി ഉള്ളവരല്ലേ. അങ്ങനെ എന്തായാലും വീട്ടിൽ കയറി പെണ്ണുങ്ങളെ ഉപദ്രവിക്കത്തൊന്നുമില്ല. അങ്ങോട്ട് അമ്മാർ ഇന്നലെ രാത്രി തന്നെ വന്നേനെ. മച്ചമ്പി കിട്ടി അടിക്കും. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല. എന്നെ കിട്ടിയാലും അടിക്കും. അപ്പം ഞാൻ കുറേ നാളെ കാണും. റോസ്മേരി ഞാൻ ഇവിടെ ഇത് ഉണ്ടാക്കിയിട്ടാ വരുന്നൊന്നും പറയണ്ട. ഓക്കെ എൻ്റെ ഫോണിൽ വിളിക്കണ്ട. ഞാൻ ഇങ്ങോട്ട് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞോളാം. കർത്താവേ ഇതെന്താടി കാണിച്ചു കൂട്ടണേ ഇവര്? അറിയാൻ പാടില്ല. നാട് നീളെ കടന്തേ ഇപ്പൊ പെണ്ണ് കേസും. എവിടെയാടാ അവന്റെ വീട്? നമ്മൾ ചോദിച്ചറിയാൻ പറഞ്ഞു. അവിടെ ആ ഭാഗത്ത് എവിടെ ആണെങ്കിലും ആയിരിക്കും. അപ്പം ഇവിടെ അറിയത്തില്ല. ഇവിടെ എവിടെയെങ്കിലും ചോദിക്കും. ചോദിക്കാൻ ഞാനോട് ചോദിക്കും. പുള്ളിയോട് ഇവിടെ ചോദിച്ചു. ചേട്ടാ ഈ ക്ലീറ്റോടെ വീട് എവിടെ? ഏത് ക്ലീറ്റോ? ക്ലീറ്റോ DDT പാർട്ടിയുടെ ക്ലീറ്റോ. അതന്നെ. മറ്റേ കനകം പോലീസിന്റെ അളിയൻ ക്ലീറ്റോ. അതുകൊണ്ട് അവിടെ നിന്ന് വലത്തോട്ടൊന്ന് തിരിഞ്ഞു പോയാൽ അവിടെയാ. കാരണം എന്ത് ചേട്ടാ? ഇയാൾ വീട് ചോദിച്ചാൽ വീട് പറഞ്ഞാൽ മതി. കാരണം എന്താന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ശരി. പാളിയ ആരുമില്ലേ? ആരുമില്ലെന്ന് ക്ലീറ്റോന്റെ വീടാണോ അത്? അതാണോ? ഏതാ ക്ലീറ്റോ? നിങ്ങൾ ആരാ? ചേച്ചി ക്ലീറ്റോയെ വിളിക്കുമ്പോ ചേച്ചി എന്തിനാ വിളിക്കുന്നത്? ക്ലീറ്റോയെ വിളി. ക്ലീറ്റോ ചേട്ടൻ ഇവിടെ ഇല്ല. എവിടെ പോയി? പിന്നെ എവിടെയോ പോയി. കള്ളം പറയരുത്. അവനെ വെച്ചേക്കൂല ഞാൻ കയ്യും കളും വെട്ടി അവനെ. ചേട്ടാ ക്ലീറ്റോ ചേട്ടൻ ഇല്ല ഇവിടെ. അവൻ കാണിച്ച പോക്കിരിത്തരം എന്തിനാ നിങ്ങൾ ഇങ്ങനെ കള്ളം പറയുന്നത്? അവനെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ വന്നതിന് ഇല്ല എന്ന് പറഞ്ഞാൽ വിചാരിച്ചു. അവൻ എന്നാ പോക്കിരിത്തരം കാണിച്ചാൽ മതിയാവോ? എന്റെ പെങ്കൊച്ചിനെ എന്റെ വീട്ടിൽ ഞാൻ മാനം മര്യാദയായി വളർത്തിക്കൊണ്ടുവന്ന പെങ്കൊച്ചിനെ കൈയും കലാശം കാണിച്ചോ കഞ്ചാവോ മയക്ക് വരുന്നോ എന്താ കൊടുത്ത് അവന്റെ ഒരു കൂടെ ഉള്ളൊരുത്തൻ പൊരുത്തം ഇടക്കിക്കൊണ്ട് പോയെന്ന് ഞാൻ എങ്ങനെ സഹിക്കുന്നത്? നിങ്ങൾ അവനെ പറ്റി എന്താ വിചാരിക്കുന്നത്? ഡൽഹിക്ക് പോയി ക്ലീറ്റോ. ഡൽഹിക്ക് 10 രൂപയ്ക്ക് കപ്പലണ്ടി മേടിക്കാൻ കാശില്ലാത്തവനാ ഡൽഹി പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വിളി. പോയി ചേട്ടാ ഇന്നലെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പോയി. ആ ഫ്ലൈറ്റിൽ അവനോട് ഇങ്ങനെ തിരിച്ചു വരാൻ പറ. ആ ഫ്ലൈറ്റിൽ അവനോട് ഇങ്ങനെ തിരിച്ചു വരാൻ എന്ത് ചെയ്യാൻ? പൊന്നു പെങ്ങളെ നിങ്ങൾ വിളിച്ചില്ലേ? ഞങ്ങൾ അകത്ത് കയറി വലിച്ചിറക്കി. പറ്റൂല. അവന് തോന്നിയ ദിവസം കാണിക്കാം. എന്റെ വീട്ടിൽ കയറി അവന് തോന്നിയ ദിവസം കാണിക്കാം. നിങ്ങളുടെ വീട്ടിൽ കയറാൻ പറ്റുന്നത്? എന്റെ പൊന്നു പെങ്ങളെ ഇവന്റെ പാർട്ടിയിലുള്ള ഒരുത്തരം തലയ്ക്ക് വെളിവില്ല. ഇവന് ഒട്ടും കളി പോയവനാ. അതിന് ഏറ്റവും കളി പോയെന്ന് പറയാനാണ് ഇല്ലാത്ത ആളെ ഞങ്ങൾ എവിടെ ഒപ്പിച്ചു തരും? അയ്യോ ഇവനെ ഇടയിൽ കയറി ഇപ്പോഴല്ലേ ഈ പണിയെല്ലാം നടന്നത്? ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ക്ലീറ്റോ വന്നാലും വന്നില്ലെങ്കിലും മോൾ ഒളിച്ചോടി പോയില്ലേ? ക്ലീറ്റോനെ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തിനാ? ക്ലീറ്റോനെ കിട്ടിയിട്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങ് പുഴുങ്ങി തിന്നാൻ. അവൻ എവിടെ പോയി ഒളിച്ചാലും ഇന്ന് അവൻ നിന്റെ കയ്യും കാലും തല്ലി ഒടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകണം. അല്ല ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾ എഴുന്നേക്ക്. കനാനെ വിളിക്കടി കനാനെ. എന്റെ മോനെ പോലീസാ. നിങ്ങളുടെ മോൻ പോലീസ് ആണെങ്കിലേ ഞങ്ങൾ DGP ആയിട്ട് ബന്ധമുള്ളവരാ. നിങ്ങൾ പോലീസ് വിളിച്ചാ പോലീസിനെ ഞങ്ങൾക്ക് പുല്ല പോലീസ്. ഏട്ടനൊന്നും വിളിക്കണ്ട. ഒന്നാമത് സസ്പെൻഷൻ കയറിയതേ ഉള്ളൂ. ഇനി പെണ്ണ് കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും. ചേട്ടാ ഇപ്പൊ നിങ്ങൾ പോ. ക്ലീറ്റോ ചേട്ടൻ വരുമ്പോ ഞങ്ങൾ വിളിക്കാം.
അല്ല ഫോൺ നമ്പർ തന്നാ എന്റെ പൊന്നു പെങ്ങളെ എന്ന് ക്ലീറ്റോ വരുന്നു അന്ന് വരെ ഞങ്ങൾ അത് വിടുന്നു. പറ്റത്തില്ല. അത് പറ്റത്തില്ല. ഞങ്ങളല്ലേ നോക്കുന്നേ, നിങ്ങളല്ലല്ലോ പറയുന്നത്. നിങ്ങളൊരു തന്തയുടെ വിഷമം മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ സംസാരിക്കണേ? നിങ്ങൾക്കും ഇല്ലേ ഒരു പെങ്കൊച്ച് ഇല്ലേ? നിങ്ങൾ പോയി അവനെ ഇങ്ങ് വിളി. കാര്യം ഇപ്പൊ അങ്ങ് തീർക്കാം. ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിനും പോവാം. ക്ലീറ്റോ ചേട്ടൻ ഇത്രയും വലിയൊരു ഏണിയാണോ നമ്മുടെ തലയിലോട്ട് വെച്ച് തന്നത്? അറിയാൻ പാടില്ല. ക്ലീറ്റസ് അവിടെ പോയെന്നറിഞ്ഞില്ലല്ലോ. അവൻ മുങ്ങിക്കളഞ്ഞല്ലോ. ഡൽഹിക്ക് പോവാന്നും പറഞ്ഞു പോയി. ആ സമയത്ത് റൊണാൾഡോ ചേച്ചി മുങ്ങിയതാണ്. എടി നമുക്ക് കനകനെ വിളിച്ച് പറയാടി. എന്റെ പൊന്നേച്ചി സസ്പെൻഷൻ കഴിഞ്ഞിട്ട് കേറിയതേ ഉള്ളു. ഇതിപ്പോ പെണ്ണ് കേസാണ്. വീണ്ടും സസ്പെൻഷൻ കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയായി പോവും. അവനൊരു കുറ്റവും ചെയ്തില്ലല്ലോ. അവനെ വിളിച്ച് വിവരം പറയാം. അവനെന്ത് വേണ്ട അമ്മേ. വേണ്ട, ഈ പറഞ്ഞ പോലെ DGP അവർക്ക് അറിയാവുന്നൊക്കെ ആളുകളാന്നൊക്കെ പറഞ്ഞത്. അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ പോകും. നമ്മൾ പെണ്ണുങ്ങളോട് എന്തായാലും നമ്മൾ ഉപദ്രവിക്കാനൊന്നുമില്ല. നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അവരെ കണ്ടുടനെ ഉപദ്രവിച്ചേനെ. ഇത് അങ്ങനെയുള്ള ടീമൊന്നും അല്ല. മൈൻഡ് ചെയ്യണ്ട, നമുക്ക് അവിടെ ഇരിക്കട്ടെ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് പൊക്കോളും. വീട്ടിൽ കയറി പെണ്ണുങ്ങളെ ഉപദ്രവിച്ചാൽ ശിക്ഷ വേറെ ഇല്ലേ? ഇപ്പൊ വിചാരിച്ചു വെച്ചേക്കുന്ന ക്ലീറ്റോ ചേട്ടൻ അകത്തുണ്ടെന്നാ. കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായിക്കോളും ഇവിടെ ആളില്ലെന്ന്. അപ്പൊ പൊക്കോളും. പേടിച്ചു പോയി ഞാൻ. എന്താ കറി വെക്കാനുള്ളത് നിനക്കിനി? ഇല്ല, ഞാൻ ദേ അട ഉണ്ടാക്കുമായിരുന്നു. ഒന്നും വയ്ക്കാനും തിന്നാനും കുടിക്കാനും ഒന്നും തോന്നില്ല. ഇത് കാരണം എനിക്ക് അങ്ങ് ഒരു വെപ്രാളം തന്നെ. സാരില്ല, പോട്ടെ പോയി. എന്താ ചെയ്യാൻ? ആ അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക. അവൻ വരും. അവൻ വന്ന് 2 എണ്ണം കൊടുത്തിട്ടേ ഞങ്ങൾ വരുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിക്കോളാം. ആ വെള്ളം വല്ലതും വേണോ? എന്തിന്? അല്ല, വിയർത്ത്. നിങ്ങളുടെ വെള്ളം കുടിക്കാൻ വന്നവരല്ല ഞങ്ങള്. അവനെ വിളി, 2 എണ്ണം കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോവാം. അല്ല, കുറെ നേരം ആയല്ലേ വന്നിട്ട്. വിശപ്പ് കാലത്തോലും കഴിച്ചിട്ട് തന്നെ വന്നത്. വേറെ പണിയില്ല, പോകാൻ പറ്റിയ അപ്പുറത്ത്. ഞങ്ങൾ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അത് ഞങ്ങളുടെ കാര്യം. ഞങ്ങൾ ഇപ്പൊ വന്നത് അവനെ 2 എണ്ണം കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോകാനാ. അവനെ ഇങ്ങ് വിളിച്ചാൽ ഞങ്ങളുടെ കാര്യം കഴിയും, നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടിനും പോവാം. ഇല്ലാത്ത കാര്യമായിപ്പോയല്ലേ. എന്താ? ഞാനിനി പേടിക്കാനൊന്നുമില്ല. ഞാൻ എൻ്റെ സ്നേഹബുദ്ധിയെ എൻ്റെ മക്കളെ പോലെ തരുന്നു. ഞാൻ ചിന്തിച്ചു, മക്കളെ വെള്ളം വല്ലതും വേണം, ഒരു ചാടി കടിക്കൊക്കെ വല്ലതും കഴിച്ചിട്ടാണ് വന്നത്. എല്ലാം എടുക്കട്ടെ. എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ പേടിച്ചു. അമ്മ എന്തിനാ പോയി ചോദിക്കാൻ പോയത്? അമ്മയോട് ഞങ്ങൾ പറഞ്ഞല്ലേ അവിടെ പോയി നിൽക്കരുതെന്ന്. മക്കളെ, എനിക്ക് സങ്കടം തോന്നി. എൻ്റെ മക്കൾ പിന്നെ സങ്കടം തോന്നി. ക്ലീറ്റോ ചേട്ടൻ അടിക്കാൻ വന്നിരിക്കുന്ന ആളുകളോടാ സങ്കടം തോന്നുന്നത്. ഒരു കാര്യമില്ല. അമ്മയെ ഞാൻ അവിടെ പോയി നിൽക്കണ്ട കേട്ടാ. ഒരു വെളിവില്ലാത്തവരാ. പഞ്ചാര, എന്താ അമ്മേ വന്നേ? അളിയാ പഞ്ചാര. അയ്യോ, ഇച്ചിരി പഞ്ചാര കൊണ്ടുവരണേ. ഇച്ചിരി പഞ്ചാര, ഇച്ചിരി പഞ്ചാര, പഞ്ചാര, ഇച്ചിരി പഞ്ചാര. അളിയാ, അയ്യോ, എടീ, പോയി. ഇച്ചിരി ഷുഗർ കുറഞ്ഞതാ. ഈ പഞ്ചാര അളിയന് ഷുഗർ ഉണ്ട്. മക്കളെ പോയി. ഇച്ചിരി പഞ്ചാര എടുത്തോണ്ട് അളിയാ. അളിയാ, ഞാൻ പറഞ്ഞതല്ലേ വെള്ളം വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോ നിങ്ങളല്ലേ വേണ്ട വേണ്ടെന്ന് പറഞ്ഞത്. ഷുഗറുള്ള ആളാ, പെട്ടെന്ന്. മക്കളെ, അയ്യോ, എടി അവിടെ അടയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുത്തോണ്ട് പോവാ. അടയും കൂടെ എടുത്തോണ്ട് പോവാ. വിശക്കുന്ന ആളെല്ലാം തരാ എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. അളിയാ, അളിയോ, ഷുഗർ ഉള്ള ആളാണോ? ഓ, മുമ്പേ ഷുഗറുള്ള ആളാ. ഗുളിക എടുക്കുന്നതാ. ഇന്ന് ഗുളിക എടുത്തില്ലെന്ന് തോന്നുന്നു. രാവിലെ കഴിച്ചായിരുന്നു ഇവര്. അളിയാ, ഇതൊരെണ്ണം കഴിക്കുക. അയ്യോ, അളിയാ, ദൈവമേ, ഇതേ വെള്ളം വേണോ ചോദിച്ചാർക്കാ വേണ്ടെന്ന് പറഞ്ഞു. അളിയാ, ഇത് തിന്നടിയാ. അയ്യോ, ഇതേലയാ. ആണോ? ഇച്ചിരി പൊളിച്ചിങ്ങി ആ പെങ്ങളെ. ഇതും കൂടെ കഴിച്ചു. കഴിക്ക് കഴിക്ക്. വിശന്നിട്ടാ കഴിക്കാൻ. രാവിലെ ഒന്നും കഴിച്ചില്ലേ? അതെ കഴിച്ചോ അളിയാ. അതെ, ദേ ഈ ഷുഗർ എപ്പോഴും ഇങ്ങനെ താഴാറുണ്ടോ? അപ്പൊ അങ്ങനെ അപ്പൊ എന്തെങ്കിലും ഒരു മുട്ടായി എന്തെങ്കിലും കൈ കരുതണ. എപ്പോഴാ ഷുഗർ ഞാൻ അങ്ങനെ എടുക്കാറില്ല എൻ്റെ മുന്നുമോളെ. ഇന്നെടുക്കാൻ മറന്നുപോയി. കാരണം പറയാം, രാവിലെ എണീറ്റപ്പോ പോലെ ചങ്കിടിപ്പും ടെൻഷനും വന്നേ. സാരമില്ല, അതങ്ങ് കഴിക്ക്. അത് കഴിക്കുമ്പോൾ മാറും. എന്നും നമുക്ക് ഇങ്ങനെ പുറകെ നടന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നും ഗുളിക എടുക്കുന്ന ആളാ. അപ്പൊ ഇന്ന് മറന്നു കാണാം. അതുകൊണ്ടാ. സാരമില്ല, നേരെ ഇരിക്കാൻ വെള്ളം ഇച്ചിരി എടുത്തു തരട്ടെ. എന്നാ വെള്ളം വെള്ളം വേണോ? വെള്ളത്താ
ഞാൻ എടുത്തോണ്ട് വരാം. നാരങ്ങളും എടുത്തോ. പറഞ്ഞോളൂ, പഞ്ചാര. തരട്ടെ? വേണ്ട വേണ്ട. ഒരെണ്ണോട് വേണോ? അയ്യോ അട ആരാ ഉണ്ടാക്കിയേ? ഞാന്. സൂപ്പറാട്ടോ. ചക്ക ശർക്കര. ചക്കയുണ്ട് അതിനകത്ത്. ചക്കയില്ല, ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട്. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാ. ശർക്കര വെച്ചാടാ ഉണ്ടാക്കുന്നത്. സാധാരണ മറ്റേ വട്ടയിലയില്ലേ, ആ, വട്ടയില. അതിലാ ഉണ്ടാക്കുന്നത്. ഇന്ന് അവിടെ പോവാൻ പറ്റില്ല. അത് ഇതല്ലോ ഈ ഇടനയിലല്ലേ, ഇടനയില, ഇവിടെ വയനയില എന്ന് പറയും. ഭയങ്കര ടേസ്റ്റ്. അതുണ്ട്, നമ്മുടെ ഈ പറമ്പിലുണ്ട്. അതിലാ സാധാരണ ഉണ്ടാക്കുന്നത്. ഇന്ന് പക്ഷെ വാഴയില ഉണ്ടാക്കിയത്. ഗ്ലാസ് ഒന്നും കണ്ടില്ല, വെള്ളം ഇങ്ങനെ കുടിക്കുന്നു. അയ്യോ സ്വയം കേട്ടോ. പെങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ? കഴിക്കുക തുടങ്ങാൻ പോണേ ഉണ്ടായിരുന്നുള്ളൂ പണിയൊക്കെ. ശരിക്കും പറഞ്ഞാൽ റോഡിലൊന്നും ആവാൻ ഞാൻ നന്നായി. ഇവിടെ ആയതുകൊണ്ട് കൊള്ളാം. റോഡിലെല്ലാം വീണ എന്ത് ചെയ്തേനെ? പഞ്ചസാരയാ രക്ഷപ്പെടുത്തിയ. പിന്നെ പഞ്ചസാര എപ്പോഴും മിഠായി കൈ വെച്ചേക്കണം ഷുഗർ കേട്ടാ. 100% പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. കുടിക്ക്. ഓ, ഞങ്ങളും പേടിച്ചു പോയി. കരിങ്ങാലി വെള്ളാണോ? അല്ല, വെറുതെ വെള്ളമാ, തിളച്ചാറ്റിയ വെള്ളം. ഒരെണ്ണം കൂടെ കഴിക്കൊന്നും കഴിക്കാതെ വന്നല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. വേണ്ട മോളെ, എനിക്ക് ഇറങ്ങില്ല. അളിയന് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം. ശർക്കര ആയതുകൊണ്ടേ ചിലപ്പോൾ എനിക്ക് ഷുഗർ താന്നു പോയാലോ, അതുകൊണ്ട്. എന്നാ പിന്നെ ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരുന്ന് സമയം കളയാതെ വീട്ടിൽ പോന്നിട്ട് മരുന്നൊക്കെ എടുത്ത് കഴിക്കേ. അത് പറ്റൂല മോളെ, അങ്ങനെ തല്ലാതെ പോകാൻ പറ്റൂലല്ലോ. അതങ്ങനെ ഞങ്ങൾ പോകുന്നേ, ഞങ്ങൾ വന്ന കാര്യം നടത്തണ്ടേ. അതിനല്ലേ വന്നത്. അവന്റെ കൈയും കാലും അടിച്ചിട്ട് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആ വാക്ക് പാലിക്കാതെ പോകുന്ന മര്യാദയാണോ? നിങ്ങൾ പറ, മച്ചി പറ. നിങ്ങൾ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമല്ല. അട കൊള്ളാം, വെള്ളം കൊള്ളാം, പഞ്ചാരയും കൊള്ളാം. ലീറ്റയും കൂടെ വിളിച്ചാൽ കാര്യം തീർന്നു. ഞങ്ങളുടെ പാട്ടിലും പോകും. നിങ്ങൾ തൽക്കാലം പോ. അവൻ വന്നാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കാം. നമ്പർ വാങ്ങിച്ചോ. അന്നേരം അതിന്റെ ടെമ്പോ പോകുന്നേ. അയാളിപ്പോ വരും, നമ്മളടിക്കും, എന്നിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. അതുമല്ല, അന്നേരം ആളിയാൻ എൻ്റെ സമയം നോക്കണം. ഞാൻ അപ്പം കാണത്തില്ല. ഇപ്പോഴാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫ്രീയാ ആണ്. വന്ന കാര്യം നടത്തിയിട്ട് ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വരും. അതല്ലേ അതിന്റെ ഒരു മര്യാദ. ഇനി വിളിച്ചാട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കിയാട്ട്. അമ്മ പോയി വിളിച്ചോണ്ട് ഇവിടെ ഇല്ലാതെ എന്തോ വെള്ളം ഞാൻ തരാം. നിങ്ങളുടെ മകൾ ഇറങ്ങി പോകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ നേരാ. എടാ മോനെ, നാട്ടുകാരെയൊക്കെ പറ്റിച്ച് നിന്റെ അപ്പം കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എടാ, ഈ 10 രൂപയുടെ പന്ത് മേടിച്ചു തരാൻ നല്ലൊരു ഫുട്ബോൾ മേടിച്ചു തരാൻ പറ. എടാ, ഇത് മുള്ളിൽ അവിടെ വിടാൻ പൊട്ടിപ്പോടാ കൊച്ചേർക്ക. പൊട്ടത്തില്ലയോ? നീ മുള്ളിലൊന്ന് ഇട്ട് നോക്കിയേ. ആ, എന്നാ മക്കൾ പോയി കളിച്ചു. ഓ പൊട്ടിക്കട്ടാ. ആ കൊച്ചിനൊന്ന് പൊട്ടിച്ച് കാണിച്ചു. അല്ല, മാമൻ പൊട്ടിക്കും കേട്ടാ. പിടിച്ചോണേ. സൂക്ഷിച്ചു തല. അയ്യോ, കൊച്ചിന്റെ തല പൊട്ടിന്. ബാബാ, സൂപ്പർ. എന്റെ പൊന്നടിയാ, ഉള്ള തല പോവല്ലേ. പൊക്കിട്ട് പൊക്കിട്ട് ഹെഡ് കളിക്കാം, ഹെഡ് കളിക്കാം. എത്ര നേരം ഈ രണ്ടുപേരും കൂടെ വന്നിരിക്കുകയും ചെയ്യും. സൂപ്പർ സൂപ്പർ. തല ഏതാന്ന് അറിയാം. പേരെന്നാ കൊച്ചിന്റെ പേരെന്നാ? തക്കുടുന്നാ വിളിക്കണേ. തക്കടു തക്കടു ഇട് ഇട് ഇട്. ശരി ചേട്ടാ, നന്നായിട്ട് കളിക്കുന്നു. നീ 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 ഉണ്ടല്ലോ. ഞാൻ പോയിച്ചിട്ട് പണി ഡ്രിബ്ലിംഗ് ഡ്രിബ്ലിംഗ്. ഇവര് വന്ന കാരണം അങ്ങനെ കയറുവാ കയറുവാ. ചേട്ടാ, വെള്ളം വല്ല വേണേ പറയണേ. പറയാട്ടോ. ബാബാ ബാബാ, നീ കയറുവാ. അയ്യോ, പോയി. ഗോൾ ഗോൾ. ഗോൾ 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 ഗോൾ. ആ ക്ലീറ്റോ ഇല്ല, അവരിവിടെ ഉണ്ട്. അവരുടെ ഇരിപ്പുണ്ട്, പോയിട്ടില്ല. വിളിക്കണേ, ഇപ്പോഴും വിളിച്ച് പറയാൻ എന്തോ ഉള്ളേ.
ക്ലീറ്റൻ ഒന്ന് വന്നിട്ട് പോവായിരുന്നില്ലേ? ഇല്ലെന്നേ, പാവങ്ങളാ. ഒന്ന് പോയിട്ടോ. എത്ര നേരമായി അവരിയ്ക്കുന്നു. വന്ന് കാര്യം പറഞ്ഞിട്ട് പോകലീറ്റോ. എന്നെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് വെച്ചിട്ട് പോ. മനുഷ്യരെ ഇരുത്തണതിലില്ല ഒരു പരിധി. ഈ കൊച്ചേ വിജയലക്ഷ്മി എങ്ങനെയാ പുരുഷനുമായിട്ട് അടുപ്പത്തിലായാവോ? ഒരച്ഛന് മറുപടി പറയാൻ പറ്റുന്ന ചോദ്യമാണോ എൻ്റെ പൊന്നു പെങ്ങളെ നിങ്ങൾ ചോദിക്കും? ചേട്ടൻ എങ്ങനെ അറിയാനാ? എൻ്റെ പൊന്നു പെങ്ങളെ, ബീച്ചിൽ ചായ വിറ്റ് വളർത്തുന്ന കൊച്ച. അത് ജീവിതത്തിൽ വിജയിക്കുമെന്ന് വിചാരിച്ച വിജയലക്ഷ്മി എന്ന് പേര് വിട്ടത്, അതോ ഏറ്റവും ഒരു തോൽവിയുടെ കൂടെ ഓടിപ്പോയത്? കേട്ടാ മതി, ഞാൻ രാവിലെ കൊച്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ചായ വയ്ക്കാനും ചായക്കടയിൽ ഒരു ചെറിയ തട്ടുകടയാണ്, അവിടെ പോകും. പിന്നെ രാത്രി വൈകുന്നേരം പറഞ്ഞു വീട്ടിനകത്ത് എന്നാ നടക്കണം, എന്ത് നടക്കണം എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുവാളെ. അല്ലേ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും? പേടിയാണ് നമുക്കൊണ്ട് രണ്ടുപേര്. നിങ്ങൾ മനസ്സിലാക്കി, ഇന്നത്തെ കാലത്ത് പത്രത്തിൽ എന്തെല്ലാം വാർത്തകളാണ് വരുന്നത്. ഒരു പെങ്കൊച്ചിറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു വരുന്ന ഏത് ലെവലാണോ, എങ്ങനാണോ, എപ്പോഴാണോ എന്നുള്ള നമ്മൾ വായിക്കുന്നില്ല. ഇതെല്ലാം എങ്ങനെ അളിയൻ സമാധാനമായിട്ട് അവിടെ? അതൊരു വശം. ഇതിനി പോയ ഈ ഒരുത്തനുണ്ടല്ലോ, എൻ്റെ പേരെന്നാ പുരുഷു. ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ കൂടെ ചായ അടിക്കാൻ പോലും കൊള്ളൂല്ലാത്ത ഒരുത്തനാണ് ഞാൻ കേട്ടത്. ഒരു ഗതിയും പരഗതിയും ഇല്ലെന്നേ. ഇവൻ്റെ കൂടെ എൻ്റെ കൊച്ച് എങ്ങനെ പൊറുക്കും, എന്ത് കഴിക്കും? ഒരപ്പൻ്റെ ദണ്ണമാണേ. ക്ലീറ്റോന് എന്ത് ചെയ്യണം? അവൻ എന്തിൻ്റെ കേടായിരുന്നു? ഇതാന്ന് എന്ത് ചെയ്താലും വർക്കത്താവൂലോ ക്ലീറ്റോ. സത്യമായിട്ടും ക്ലീറ്റോ ചേട്ടന്റെ ഒരു സ്വഭാവം ഇങ്ങനെയാന്ന്. ഒരാൾക്കും ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല. അല്ല വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇപ്പൊ ക്ലീറ്റോ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കില് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവുന്ന ആളാ. ഇവിടെ ഉണ്ടായിരുന്നെ നിങ്ങൾക്ക് കാര്യം കഴിഞ്ഞിട്ട് അങ്ങ് പോവായിരുന്നു. അതാണ്, ഞങ്ങൾ വന്നു കാര്യം കഴിയുന്നു, ഞങ്ങൾ പോകുന്നു. എന്ത് എളുപ്പ പരിപാടിയാണ്. ചായ കുടിക്കോട്ടാ. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന സ്ഥിതിക്ക് 5 മണിക്ക് അളിയന് ചായ വയ്ക്കാൻ പോകണം. അപ്പം സമയമാവുന്നു, ഞങ്ങൾ ഇറങ്ങും. ഒരു ദിവസം വെറുതെ പോയല്ലേ. എന്തായാലും അവൻ ഇവിടെ ഇല്ലായിരുന്നു നന്നായി. അല്ലെ പിന്നെ ഇങ്ങനെയൊന്നും അല്ലല്ലോ തീരാൻ വേണ്ടി പോകുന്നു. അതേതായിരുന്നു നന്നായി. പിന്നെ കൊച്ചിനെ കോച്ചിങ്ങിന് ചേർക്കണം കേട്ടോ, പന്ത് കളിക്കണം. അല്ല ഭാവിയുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇതുവഴിയൊക്കെ ഒന്ന് ഇറങ്ങാം. ഇവിടെ ഒരു വീടുണ്ട് ഇനി നിങ്ങൾക്ക്. എലയപ്പൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല. മോക്ക് നല്ലത് വരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിങ്ങളും ഞങ്ങളുടെ മോക്ക് പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാവും പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നു പെങ്ങന്മാരെ. ശരി എന്നാ. അല്ലെങ്കിൽ ഒന്ന് നിന്നേ. പോണ വഴിക്ക് വല്ല ഷുഗറും തന്നു പോയാലോ? എന്നാ എൻ്റെ കൈ വെച്ചേക്കാം. ശരി എന്നാ. നന്ദിയുണ്ട് കേട്ടോ, വിചാരിക്കരുത് കേട്ടോ. ഇല്ല ഇല്ല. മക്കളെ വന്നേ, നന്നാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ, പഠിക്കണം കേട്ടോ. നീ ഭാവിയിലെ IM വിജയനാടാ. വെറുതെ അതുങ്ങൾ ഒരു ദിവസം പ്ലേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് കഴിഞ്ഞു വെച്ചാൽ. അതിന് പോലും നിന്റെ ഡാഡിയെ കിട്ടത്തില്ല മക്കളെ. Aliens.